ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ജോർജിയയിലോട്ടുള്ള സ്റ്റുഡൻറ്റ് വിസേനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എസ്പെഷ്യലി നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കറൻ്റ് അഡ്മിഷൻ ചെയ്യുന്ന രണ്ട് കൺട്രീസ് ഉസ്ബെക്കിസ്ഥാനും അതേപോലെ തന്നെ ജോർജിയയാണ്. അപ്പോൾ ജോർജിയയിലോട്ട് സ്റ്റുഡൻ്റായിട്ട് പോകാൻ ആഗ്രഹമുള്ള ആളുകൾ, എസ്പെഷ്യലി മെഡിക്കൽ ഫീൽഡിലാണ് നമ്മൾ റീസെൻ്റായിട്ട് ഇപ്പോൾ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നത്. അതിനകത്ത് വരുന്നത് ജോർജിയ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ കറൻ്റ് നിങ്ങൾക്ക് അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങളിപ്പോൾ എസ്പെഷ്യലി MBBS നേഴ്സിംഗ് കോഴ്സിനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതേപോലെ തന്നെ അങ്ങനെ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തുകൊണ്ട് ജോർജിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പാരാമീറ്റേഴ്സ് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളൊരു കൺട്രീസിൽ എസ്പെഷ്യലി നമ്മൾ അഡ്മിഷൻ എടുക്കാൻ നോക്കുമ്പോൾ നമ്മൾ അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ നോക്കും. ഒന്നാമത് നമ്മൾ ജോർജിയ എടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസ് തന്നെയാണ്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ട്യൂഷൻ ഫീസ് തന്നെയാണ് നമുക്ക് ജോർജിയയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നു തന്നെ പറയാൻ പറ്റും. ഒരു അഫോർഡബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ് ജോർജിയയിലുള്ളത്. അതേപോലെ തന്നെ എൻട്രൻസ് എക്സാമിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു പോയിൻ്റായിട്ട് വരുന്നത്. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഈയിടെ കറണ്ടായിട്ട് അതേപോലെ തന്നെ ജോർജിയയിലെ പല യൂണിവേഴ്സിറ്റീസുകളിലും MBBS അതേപോലെ തന്നെ നേഴ്സിംഗ് കോഴ്സുകൾക്കൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ പ്രോസസ്സൊക്കെ വളരെ സിമ്പിളാണ്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അഡ്മിഷൻ പ്രോസസ്സൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേറെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ആയിട്ട് അവിടെ ജോലി ചെയ്യാം എന്നുള്ള ഓപ്ഷൻസും കൂടിയാണ് നമുക്കുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ നിങ്ങൾ MBBS അതേപോലെ തന്നെ നേഴ്സിംഗ് പോലുള്ള കോഴ്സുകളാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ജോർജിയ പോലുള്ള കൺട്രി കുറച്ചും കൂടെ നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ളൊരു കൺട്രി തന്നെയാണ്. നിങ്ങൾ ഈ കോസ്റ്റ് കുറച്ചിട്ട് പഠിക്കാം എന്നുള്ള ഒരു ഇതിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന നല്ലൊരു കൺട്രി തന്നെയാണ് ജോർജിയ. അപ്പോൾ ഇതിൻ്റെ അഡ്മിഷന് അതേപോലെ തന്നെ കോഴ്സിൻ്റെ ഫീസ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയണം ആവശ്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അഡ്മിഷൻ എടുക്കാം, അതേപോലെ തന്നെ ഫീസ് എത്രയാണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അഡ്മിഷന് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് പ്രൊസീജിയറും കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.